ലോകമുറ്റുനോക്കിയ ട്രംപ് സെലൻസ്കി ഉച്ചകോടിയിൽ സമാധാന പ്രഖ്യാപനമുണ്ടായില്ല. വൈറ്റ് ഹൌസിൽ നടന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളാഡിമിർ സെലൻസ്കിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയാണ് വൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചത്. വെടിനിർത്തലടക്കമുള്ള പ്രഖ്യാപനങ്ങളും കൂടിക്കാഴ്ചയിൽ ഉണ്ടായില്ല. അതേസമയം യുക്രൈന്റെ ഭാവിയിൽ സുരക്ഷ ഉറപ്പു നൽകാൻ ചർച്ചയിൽ ധാരണയായി. യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇതിൽ പങ്കുവഹിക്കും. ഭൂമി വിട്ടുകൊടുക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സെലൻസ്കി പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ച ഒരുക്കുമെന്ന് ട്രംപ് അറിയിച്ചു. വേദി പിന്നീട് തീരുമാനിക്കും. ശേഷം വെടിനിർത്തലടക്കം ചർച്ച ചെയ്യുന്നതിനായി അമേരിക്ക, റഷ്യ, യുക്രൈൻ ത്രികക്ഷി സമ്മേളനം നടത്തും. ചർച്ചകൾക്കിടെ 40 മിനിറ്റോളം ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യയെ സമ്മർദ്ദത്തിലാക്കാൻ ആദ്യം വേണ്ടത് വെടിനിർത്തലാണെന്ന് വൈറ്റ് ഹൌസ് യോഗത്തിൽ ജർമ്മനിയും ഫ്രാൻസും ആവശ്യപ്പെട്ടു. ചർച്ചകൾ ഫലപ്രദമായാണ് അവസാനിച്ചതെന്ന് ട്രംപ് അറിയിച്ചു. സമാധാന ശ്രമങ്ങൾക്ക് സെലൻസ്കി നന്ദി അറിയിക്കുകയും ചെയ്തു. നേതാക്കളുടെ കൂടിക്കാഴ്ച സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പ്പാണെന്ന് യൂറോപ്യൻ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെപ്പ്, ഇറ്റാലിയൻ പ്രസിഡന്റ് ജോർജ് മെലോണി, നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിലെ തീരുമാനങ്ങൾ പുടിനെ അറിയിക്കുവാൻ ട്രംപിനെ ചുമതലപ്പെടുത്തിയെന്ന് ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെപ്പ് പറഞ്ഞു. ചർച്ച അവസാനിക്കുന്നതിനെ തുടർന്ന് യൂറോപ്യൻ നേതാക്കൾ വൈറ്റ് ഹൌസിൽ നിന്നും മടങ്ങി. കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ട്രംപും സെലൻസ്കിയും മാധ്യമങ്ങളെ കണ്ടു. സമാധാന ശ്രമത്തിന് ട്രംപിന് നന്ദി പറഞ്ഞ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കുവാൻ സഹായം വേണമെന്നും ആവശ്യപ്പെട്ടു. സെലൻസ്കിയും പുടിനും സമാധാനം ആഗ്രഹിക്കുന്നതായി ട്രംപ് പറഞ്ഞു. എല്ലാം നന്നായി ഭവിച്ചാൽ ഇന്ന് യുദ്ധം അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. US വൈസ് പ്രസിഡന്റ് JD വാൻസും വൈറ്റ് ഹൌസിലുണ്ടായിരുന്നു. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അലാസ്കയിൽ നടന്ന പുടിൻ ട്രംപ് ഉച്ചകോടിക്ക് ശേഷമാണ് തിങ്കളാഴ്ച ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കുന്നത്. നേരത്തെ ഫെബ്രുവരിയിൽ നടന്ന സെലൻസ്കി ട്രംപ് കൂടിക്കാഴ്ച വാക്കുതർക്കത്തിൽ കലാശിച്ചിരുന്നു.